അപ്പോൾ ഗൈസ് നമ്മുടെ ജിമ്മിൽ കിടന്ന് വർക്കൗട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്കൊരു കാര്യമുണ്ട് ഓർമ്മ വന്നത്, ഇന്ന് രാത്രിക്ക് കഴിക്കാൻ എന്താ ഒന്നും ഉണ്ടാക്കിയില്ല ഞാൻ. അപ്പോൾ എന്തായാലും ഒന്ന് കടയിൽ വരെ പോയിട്ട് നമ്മുടെ പൊറാട്ടയും ബീഫും വാങ്ങണം. നമുക്ക് നമ്മുടെ കാർ എടുക്കാം, പിന്നെ നമ്മുടെ ബൈക്ക് വർക്ക്ഷോപ്പിൽ നേരാക്കാൻ കൊടുത്തൊക്കെ അത് തിരിച്ചെടുക്കുകയും വേണം. അവരും കൂടി ഡെലിവറി ചെയ്യാമെന്ന് വന്ന് ഈ സമയം കൊണ്ട് ഡെലിവറി ചെയ്യേണ്ട എത്തിയിട്ടില്ല. ഇനി നമുക്കൊന്ന് പോയി നോക്കണം. വീട്ടിലെത്തിക്കാണ്ട് പോകുമ്പോൾ ഈ പരിപാടി ചെയ്തില്ല. അങ്ങോട്ട് കാശ് എന്തായാലും കുറച്ചേ കൊടുക്കുള്ളൂ. നമ്മുടെ കാറും കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും ഈ ഡ്രസ്സ് ഇട്ട് പോകണ്ട, നമുക്ക് നമ്മുടെ ഡ്രസ്സൊന്ന് മാറ്റാം. ഇതിട്ടിട്ട് പോയാൽ ശരിയാകില്ല. എവിടെ എൻ്റെ ആ പുള്ളി കളർ ഡ്രസ്സ് അവിടെ ഇതിനകത്ത് ഉണ്ടായിരുന്നാണല്ലോ. അപ്പോൾ നമ്മുടെ മിലിറ്ററി ഡ്രസ്സ് ഇട്ടേക്കണേ. നമുക്ക് എന്തായാലും പുറത്ത് പോകാം. നമ്മുടെ വണ്ടി ഇന്നലെ കഴുകിയിട്ടിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഒരാഴ്ച മുമ്പിട്ടാ തോന്നുന്നു ഒരു മരത്ത് പോയി ഇടിച്ചു നമ്മുടെ വണ്ടി. എന്നിട്ട് ഞാൻ റിപ്പയറൊക്കെ ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളൂ. ഞാൻ ഇടയ്ക്ക് എടുത്ത് റിപ്പയർ ചെയ്തിട്ട് അതിനെയും കുറേ കാശ് പോയി. നമുക്കെന്തായാലും പോയാൽ വണ്ടിക്ക് തീരെ സ്പീഡ് പിടിക്കുന്നില്ല. അങ്ങോട്ട് ബ്രേക്കിനും ചെറിയൊരു കംപ്ലൈൻ്റ് ഇട്ട് പിടിക്കുമ്പോൾ. വഴിയിൽ ആരൊക്കെ ഉണ്ടല്ലോ, നോക്കിപ്പോ ചേച്ചി. വണ്ടി ഇടിച്ച് ചത്താൽ പിന്നെ ഞാൻ പണിയാവും. കൺട്രോൾ കിട്ടുന്നില്ല വണ്ടിക്ക്. വണ്ടി മാറ്റേണ്ടി വരും. ബൈക്ക് അത്യാവശ്യം നല്ല കൺട്രോളാണ്. വണ്ടിയിലൊക്കെ നോക്കി എന്ത് നല്ല സൂപ്പർക്കാരാ. നമ്മുടെ മാത്രം പാട്ട ഫാൻ പോലെ ഇരിക്കുന്നുണ്ട് കാണാൻ. മാരുടെ വഴിയിൽ നിന്ന് ഇടിച്ച് ചത്തിട്ട് പിന്നെ നമ്മുടെ ഒരു പണിയാവും. ഇങ്ങനെയാണെങ്കിൽ എനിക്ക് വലിയ പണിയായിരിക്കും. ഇതാ കണ്ടില്ല അയ്യോ ചത്തില്ല. ഇങ്ങനെയാണ് വെള്ളത്തിലെവിടെയും പോയി മറിഞ്ഞിട്ട് ഞാൻ ചാവും ആദ്യം. ഇങ്ങനെ പോയാൽ തീരെ ശരിയാവില്ല കേട്ടോ. പുതിയ വണ്ടി വാങ്ങുക ഗ്യാസ്. ഏത് വണ്ടി വാങ്ങട്ട് കമൻറ്റ് ചെയ്യും. പുതിയ വണ്ടി വാങ്ങാം നമുക്ക്. നമ്മുടെ കാശ് ഉണ്ടാക്കി. അയ്യോ പാട്ട വണ്ടിയും കൊണ്ട് പോയിട്ട് ഞാൻ ഒരിക്കൽ ചാകും. പിന്നെ സ്റ്റേഷനിൽ പോകും. ഓരോരുത്തന്മാർ വണ്ടിൻ്റെ കുറവ് ചാട്ടും. വഴി മാറി. അയ്യോ മറണം. അയ്യോ അയാളിടിച്ചു. ഇതെന്ത് ചെയ്യും? ഒന്ന് ഇറങ്ങി നോക്കാം. ആരാണ്? ഇതാരത്? നമുക്ക് വേഗം അവിടെ നിന്ന് പോവാം. അപ്പോൾ ആരും കണ്ടിട്ടില്ലെന്ന് വേഗം പോവാം നോക്കാം. ആരെയും കണ്ടില്ലോ? ഇല്ല. ഓടിക്കോ. വണ്ടിന് താക്കോലോടെ. വേഗം സ്റ്റാർട്ടാക്കുക. അയ്യോ എൻ്റെ ഡിക്കിയും പോയി, എല്ലാം പോയി. അയ്യോ അവർ കണ്ടാന്ന് തോന്നുന്നു. അവരിനെയും കൂടി ഇടിച്ച് വന്നാലോ? വേണ്ട. വേഗം പോവാം. വീട്ടിൽ പോകാം. നമുക്ക് നമ്മുടെ വീട്ടിൽ പോകാം, സേഫ്. അയ്യോ ഈ പാട്ട വണ്ടിയും കൊണ്ട് ഞാൻ എന്തൊക്കെ പണിയെടുത്തിന്. ഞാൻ എന്താ ചെയ്യുക? പോലീസ് വരുമ്പോൾ ഞാൻ പോട്ടെ. ആരെങ്കിലും പോലീസിനെ വിളിക്കുമ്പോൾ ഞാൻ മുങ്ങട്ടെ. എന്തെങ്കിലുമൊക്കെ ചെയ്യണം. വീട്ടിൽ പോയിട്ട് ആലോചിക്കാൻ എന്താ ചെയ്യേണ്ടത്. ആദ്യം വീട്ടിലെത്തട്ടെ. നമ്മളെന്തായാലും വീട്ടിലെത്തിയിട്ടുണ്ട്. ആരെങ്കിലും കണ്ടോ എന്തോ നമ്മൾ പിടിച്ചത്. എന്തെങ്കിലും ഒന്ന് പ്ലാൻ ചെയ്ത് പറ്റൂ. ഇവിടെ ഇങ്ങനെ നടന്നിട്ട് കാര്യമില്ല. എന്തെങ്കിലുമൊക്കെ ഒന്ന് ആലോചിക്കണം. ഇങ്ങനെയെങ്കിൽ നാട് വിട്ടാലോ എന്നാണ് ഞാൻ ആലോചിക്കണത്. അയ്യോ എന്താ ചെയ്യാം നമ്മൾ. റിമോട്ട് അവിടെ എൻ്റെ ന്യൂസിലല്ലോ ഒന്നും അറിയാനാ. മേലെ ഇരിക്കും തോന്നുന്നു. മേലെ പോയി നോക്കാം. ടി വിട്ട് ന്യൂസ് പോലെ വന്നിട്ടുണ്ടോ ഇല്ലെന്ന് അറിയാലോ. ഇവിടെ എങ്ങും ഇല്ലല്ലോ. ഞാൻ ഒരു കാര്യം ചെയ്ത് നമുക്ക് നമ്മുടെ ഫ്രണ്ടിനെ വിളിച്ച് സഹായം ചോദിക്കാം. അവൻ്റെ നമ്പർ അടിക്കട്ടെ, എടുക്കാൻ നോക്കട്ടെ. റിങ് ഉണ്ട്. പക്ഷേ അവൻ കട്ട് ചെയ്തോ? ആവശ്യത്തിന് വിളിച്ചെടുക്കില്ല തണ്ടി. എന്താ കാട്ടവനെയും കൊണ്ട്. ഒന്നും കൂടി വിളിച്ചോക്കെ. എടുത്താൽ മതിയായിരുന്നു ഇപ്പോഴെങ്കിലും. ഹലോ സുഖല്ലേ? എന്തൊക്കെയാണ് പരിപാടി? ചെറിയൊരു സീനാടാ, നിന്റെ ഹെൽപ്പ് വേണം. എന്താ പ്രശ്നം? നീ കാര്യം പറ. എടാ വണ്ടി വിട്ടുകൊണ്ട് ഞാൻ ഒരുത്തനെ ഇടിച്ചടാ. അവൻ ചത്തുപോയെന്ന് തോന്നുന്നു. എന്താ ചെയ്യുന്നറിയില്ല ഇനിയിപ്പോ. നീ എന്ത് മണ്ടത്തരട കാട്ടി? നീ വേഗം എന്റെ വീട്ടിൽ വാ, അവിടെ നിന്ന് സംസാരിക്കുക. പിന്നെ ഫോൺ ഓൺ ആക്കണ്ട, ഓഫ് ആക്കി വെച്ച ഫോണ്. ഓക്കേടാ, ശരി എന്നാ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ കൂട്ടുകാരുടെ വീട്ടിലേക്ക് അങ്ങ് പോയേക്കാം. നമ്മുടെ ബൈക്ക് എന്തായാലും റിപ്പയർ ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതെടുത്ത് പോകാം. നമ്മുടെ വണ്ടി ബാക്കിലിട്ടേക്കുക. അതും കൂടെ ഇടിച്ചതല്ലേ, അതും കൂടി തെളിവാണ് വിശ്വസിക്കേണ്ട. അതിൽ ബാക്ക് കൊണ്ട് ഇട്ടേക്കുക. പിന്നെ കത്തിച്ച് കളയാണ് വണ്ടി. തെളിവ് ഉണ്ടാവരുത്. എന്തായാലും പുതിയ വണ്ടി വാങ്ങാൻ പോവാൻ ഞാൻ. നമുക്ക് വേഗം ഇവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ നോക്കണ്ട. കൂട്ടുകാരൻ്റെ വീട്ടിൽ പോട്ടെ. അവൻ എന്തെങ്കിലും പ്ലാൻ പറയാൻ ഇരിക്കില്ല. അവൻ്റെ വീട് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തായിട്ടാണ്. റെയിൽവേ സ്റ്റേഷനിലുള്ള വഴി ഇങ്ങോട്ടാ. വേഗം പോ. എല്ലാം മറന്നുപോയി ഞാൻ ഇടിച്ച തിരക്കിൽ. എന്തായാലും ഞാൻ അവൻ്റെ വീട്ടിലെത്തിയിട്ട് നമുക്ക് കാണാം. നമ്മളവൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അവനകത്തുണ്ടോ എന്ന് നോക്കിയിട്ട് വരാം നമുക്ക് എന്തായാലും. എടാ ഷിബുവായി, പോലീസുകാർ വരില്ല. നീ വേഗം ഇവിടെ മുങ്ങാൻ നോക്കിക്കൂ. അപ്പൊ എന്തിനാടാ എന്നെ ഇവിടെ വിളിച്ചു വരുത്തിയത്? ഞാൻ വേഗം പോട്ടെ ഇവിടുന്ന്. അവനെന്നെ വിളിച്ചെടുത്ത് പറ്റിച്ചു. അയ്യോ പോലീസ്. ജസ്റ്റ് മിസ്സിനെ പോയത് പോലീസ്. അയ്യോ എൻ്റെ കൂട്ടുകാരനെ വണ്ടി ഇടിച്ച് കൊല്ലുകയും ചെയ്തല്ലോ.
അവൻ താഴെ കിടക്കുന്നുണ്ട്. എൻ്റെ കൂട്ടുകാരനെ വണ്ടി അടിച്ചു. അയ്യോ പോലീസുകാരുടെ ഡോറൊക്കെ തെറിക്കുന്നു. നോ സാറേ സറണ്ടർ ആകാൻ സറണ്ടർ ആകാം. വെടിയിക്കില്ല സാറേ വെടിയിക്കില്ല, സറണ്ടർ ആയിക്കോളാം. ഓക്കെ സാറേ, സാറ് വെടിയൊക്കെയുണ്ട്, ഞാൻ വണ്ടി കയറിക്കോളാം സാറേ. അയ്യോ ഇനി എന്ത് ചെയ്യും? എങ്ങനെയെങ്കിലും ഇവിടുന്ന് ജയിലിൽ ചാടണം. ഒരു വഴിയില്ല ചാടാൻ. ചേട്ടന് വല്ല വഴിയുണ്ടെങ്കിൽ പറഞ്ഞു കേട്ട് നിങ്ങൾ ഉപകാരം ചെയ്തോട്ട് ചേട്ടാ, പ്ലീസ് ചേട്ടാ. നീ പേടിക്കണ്ട മോനെ, ഇന്ന് രാത്രി നമ്മളൊരാള് തൊഴിൽ വരുന്നുണ്ട്. അവൻ നമ്മളെ ജയിലിടാൻ സഹായിക്കും. രാത്രി ആകുമ്പോൾ പോലീസുകാരൊക്കെ അവിടെ നിന്ന് വിട്ടോളും. നമുക്ക് രണ്ടുപേരും കൂടി അങ്ങ് ജയിലിടാം. നീ പേടിക്കണ്ട. നമുക്കൊരു 50,000 റുപ്യ ഫീസ് തന്നാൽ മതി. ജയിലിടാൻ വെറുതെ അങ്ങ് ചടിക്കാൻ പറ്റില്ലല്ലോ. ഓക്കെ ചേട്ടാ, നമ്മൾ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടതും ഞാൻ നിങ്ങൾക്ക് 50,000 റുപ്യ തരാം. അപ്പോൾ ഗൈസ് ഇപ്പോൾ രാത്രി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചേട്ടൻ പറഞ്ഞ ആൾ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് വേഗം ഇവിടുന്ന് ജയിലിൽ കടന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അങ്ങ് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. അപ്പോൾ ഈ വീഡിയോയിൽ സെക്കൻഡ് പാർട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. സെക്കൻഡ് പാർട്ട് പെട്ടെന്ന് വരണമെന്ന് ആഗ്രഹമുള്ളവർ നമ്മുടെ കമൻറ്റ് ബോക്സിൽ എസ് എന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.